Hey guys, Assalamu alaikum. Welcome back to my channel Mymoonz kitchen. അപ്പോൾ ഇന്നത്തേതൊരു വെറൈറ്റി റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കോൺ ഷവർമയാണ്. ഈ ബ്രെഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ഈ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നില്ലേ, അതേ ബ്രെഡിൻ്റെ മാവ് വെച്ചുകൊണ്ട് കോൺ ഷവർമ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടുന്നത്, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കോൺഫ്ലെക്സ് അതുപോലെ കുറച്ച് മിക്സ്ചർ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മിക്സ്ചറാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ. പിന്നെ വേണ്ടുന്നത് 1 ടേബിൾ സ്പൂണോളം ഡാർക്ക് സോയ സോസ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പിസ്സ സോസ്, 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഗ്രേറ്റ് ചെയ്തത്, മല്ലിയില, പുതിനയില, കുറച്ച് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഇത് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് മിൻസ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ബ്രെഡിൻ്റെ മാവും കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2-3 മണിക്കൂർ കുഴച്ച് വെച്ചതാണ്. ഞാൻ കുറേ വീഡിയോസിൽ ബ്രെഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് മാവ് എങ്ങനെയാണ് കുഴക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ ഞാൻ അതുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കോൺ ഷവർമ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെറിയൊരു ഫില്ലിംഗ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2-3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമുളക് നെയ്യിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഇപ്പം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, അത്രയേ വേണ്ടുള്ളൂ. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകണമെന്നില്ല. ഇതിലേക്ക് ടൊമാറ്റോ സോസ്, സോയ സോസ്, അതുപോലെ തന്നെ പിസ്സ സോസ് 3 കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. പിന്നെ ഈ സോസ് ഒന്നും നിർബന്ധമില്ല. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യുക. അല്ലാത്ത ആൾക്കാർ സാധാരണ നമ്മുടെ ഒരു ചിക്കൻ മസാല ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബീഫ് മസാല ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം ഉള്ളിയിൽ എല്ലാത്തിലും ആ ഒരു സോസൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മിൻസ് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ അല്ലാണ്ട് നമുക്ക് ബീഫ് വെച്ചിട്ട് ചെയ്യാം, ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാം, വെജിറ്റബിൾസ് മാത്രമായിട്ട് അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ അങ്ങ് നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഞാനിപ്പം 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും വിതറി കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ ആ ഒരു ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിപ്പം മാവ് കുറച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഒരുപാട് തിന്നായി പോകണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാം. അധികം നേരിയതായാലും ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പം പൊങ്ങി വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കോണായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇത് ഓരോന്നും ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ 2-3 ഇട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പം എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പം നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നോളും, നല്ല പഫായിട്ട് വരും. പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ മാവിൽ ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് കളർ ചേർത്ത് കൊടുത്തതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്നും അല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് സാധാ ആ ഒരു വൈറ്റ് കളറിലുണ്ടാക്കാം. ഞാൻ പിന്നെ കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കളർ ചേർത്തുന്നേ ഉള്ളൂ. ബീറ്റ്റൂട്ട് കളർ ചേർത്ത്, ബീറ്റ്റൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് ആ മാവിൽ സ്ക്വീസ് ചെയ്തൊന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി. അപ്പം നല്ലൊരു കളർ കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ റെഡ് ഉണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ ഇപ്പം നമ്മുടെ ബ്രെഡ് എല്ലാം പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം.
ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പം ഓരോ കോണും എടുത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് മസാല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇപ്പം നല്ലൊരു ഹോളായി വന്നില്ലേ. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. അത് കുറച്ചൊരു 2-3 ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുക്കാം. നമ്മുടെ ആ ഒരു കോണിൻ്റെ സൈസ് നോക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് വെജീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, ക്യാബേജ്, കുറച്ച് മല്ലിയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മയണൈസ് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെജീസിൽ ഡിപ്പ് ചെയ്യാം, അതുപോലെ കോൺഫ്ലെക്സിൽ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്യാം. കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ അത് കടിക്കുമ്പം അതിനും ഒരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കോൺ ഷവർമ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡ് കോൺ ഷവർമ ഇവിടെ റെഡിയായി. കോൺഫ്ലെക്സിൽ അല്ലെങ്കിൽ വെജിറ്റബിളിൽ അതല്ലെങ്കിൽ മിക്സ്ചറിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടും സെർവ് ചെയ്യാം. അടിപൊളിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ.